ദയാലുവോട് നീ ദയാലുവാകുന്നു, നിഷ്കളങ്കനോട് നീ നിഷ്കളങ്കൻ, നിർമ്മലനോട് നീ നിർമ്മലനാകുന്നു, വക്രനോട് നീ വക്രത കാണിക്കുന്നു. എളിയ ജനത്തെ നീ രക്ഷിക്കും, നിഗളിച്ചു നടക്കുന്നവരെ നീ താഴ്ത്തും. യഹോവ എൻ്റെ ദീപത്തെ കത്തിക്കും, എൻ്റെ അന്ധകാരത്തെ അവൻ പ്രകാശമാക്കും. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മനസ്സുണ്ട്. ദൈവത്തിന് നിങ്ങളെ മാനിക്കുവാൻ പദ്ധതിയുണ്ട്. ദയാലുവോട് ദൈവം ദയാലുവാകുന്നു, നിർമ്മലനോട് ദൈവം നിർമ്മലനാകുന്നു, നിഷ്കളങ്കനോട് ദൈവം നിഷ്കളങ്കനാകുന്നു. നാം എങ്ങനെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിൽ നിൽക്കുന്നത്? നമ്മെ സൃഷ്ടിച്ച സൃഷ്ടികർത്താവിൻ്റെ മുൻപിൽ നാം എങ്ങനെയാണ് നിൽക്കുന്നത്? പ്രിയപ്പെട്ടവരെ, ആരോഗ്യമുള്ളൊരു ശരീരം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ ദാനമാണ്. ഓരോ നിമിഷവും നാം എടുക്കുന്ന ഓക്സിജൻ അത് ദൈവത്തിൻ്റെ ദാനമാണ്. കാലൂന്നി ഇന്ന് പകൽ നിങ്ങൾ നിൽക്കുന്നത് പോലും ദൈവത്തിൻ്റെ ദാനമാണ്. പ്രിയപ്പെട്ടവരെ, നന്ദിയുള്ള ഹൃദയം നമുക്കുണ്ടെങ്കിൽ, എല്ലാ ഉപകാരങ്ങൾക്കും ഒരു നന്ദി പറയാൻ കഴിയുന്നുണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ എന്നും താഴ്ത്തി പ്രാർത്ഥിക്കുവാൻ കഴിയുന്നുണ്ടെങ്കിൽ, തിരുവെടുത്ത് പറയുന്നു, എളിയ ജനത്തെ ദൈവം രക്ഷിക്കും. എന്നാൽ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കും. നിഗളിക്കുന്നവരെ ദൈവം താഴ്ത്തും. ദൈവം ഏറ്റവും വെറുക്കുന്നത് നിഗളമാണ്. പ്രിയപ്പെട്ടവരെ, നദി ഒഴുകുന്നത് ഉയരത്തിൽ നിന്നും താഴ്വരയിലേക്കാണ്. മലകളിൽ നിന്ന് താഴ്വാരത്തിലേക്ക് ഒഴുകുന്ന നദിയെ നാം കണ്ടിട്ടുണ്ട്. എന്നാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടോ താഴ്വരയിൽ നിന്ന് മലകളിലേക്ക് ഒഴുകുന്നതിനെ? അങ്ങനെ ഒന്നില്ല, അങ്ങനെ ഒരു പ്രതിഭാസം ഇല്ല. ദൈവത്തിൻ്റെ അനുഗ്രഹം ഉയരത്തിൽ നിന്നാണ് വരുന്നത്. ആരെയാണ് ദൈവം അനുഗ്രഹിക്കുന്നത്? തിരുവെഴുത്ത് പറയുന്നു, താഴ്മയുള്ളവർക്ക് അവൻ അധികം കൃപ നൽകുന്നു. ഇസ്രായേൽ മക്കൾ പ്രവാസത്തിൽ കിടക്കുമ്പോൾ, പ്രവാസത്തിൽ നിന്നും ഇസ്രായേൽ മക്കളെ പുറത്തു കൊണ്ടുവരുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട ദൈവത്തിൻ്റെ ദാസന്മാർ അവരെങ്ങനെയാണെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചത്? തങ്ങളെ തന്നെ താഴ്ത്തി പ്രാർത്ഥിച്ചു. ഞങ്ങൾക്കൊരു ശുഭയാത്ര നൽകണമെന്ന് പ്രാർത്ഥിച്ചു. തങ്ങളുടെ കുറവുകളെ ഏറ്റുപറഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ചു. ഞങ്ങളോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞു പ്രാർത്ഥിച്ചു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് നിങ്ങളെ അനുഗ്രഹിക്കുവാൻ മനസ്സുണ്ട്. നിങ്ങളെ മാനിക്കുവാൻ പദ്ധതിയുണ്ട്. ഇന്ന് പകൽ അങ്ങനെയൊന്ന് പ്രാർത്ഥിക്കാമോ? ദൈവമേ, അവിടെ നിന്നോട് ക്ഷമിക്കണമേ, അവിടെ നിന്നോട് കരുണയുണ്ടാകണമേ. തിരുവെഴുത്ത് പറയുകയാ, നിങ്ങളങ്ങനെ താഴ്ത്തിയാൽ, നിങ്ങളങ്ങനെ ദൈവം അന്വേഷിച്ചാൽ, നിശ്ചയമായും ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവം നിശ്ചയമായും നിങ്ങളെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് അലങ്കരിക്കും. അതേ, ദൈവത്തിന് മനസ്സുണ്ട്. ദൈവത്തോടടുത്ത് വന്നാൽ, താഴ്ത്തി പ്രാർത്ഥിച്ചാൽ ദൈവം പ്രാർത്ഥന കേൾക്കും. ദൈവവും അടുത്തു വരും. ദൈവം നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം കൽപ്പിക്കും. എന്നാൽ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഹൃദയമുള്ളവരെ ദൈവം വെറുക്കുന്നു. വിട്ടുകൊടുക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഈഗോ നമ്മെ അനുവദിക്കുന്നില്ലെങ്കിൽ, ഇന്ന് നാം ചേർത്ത് പിടിക്കുന്ന ഈഗോ തന്നെ നാളെ നമ്മുടെ പ്രതിയോഗിയായിരിക്കും. നാശത്തിന് മുൻപ് ഗർവം. പ്രിയപ്പെട്ടവരെ, താഴ്ത്തി പ്രാർത്ഥിക്കാം. നിങ്ങൾ താഴ്ത്തിയാൽ, ദൈവം അന്വേഷിക്കാൻ തുടങ്ങിയാൽ, ദൈവം നിശ്ചയമായി ഇടപെടും.
അനുഗ്രഹിക്കാൻ, മാനിക്കാൻ ദൈവം നിങ്ങളുടെ അരികത്തിറങ്ങി വരും. താഴ്ത്തി പ്രാർത്ഥിക്കാം. നിഷ്കളങ്ക മാർഗത്തിൽ ശ്രദ്ധ വയ്ക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.